2001 LSTD പുറത്തിറക്കിയ ഉത്തരവ് പ്രകാരം 2001 ഒരു സർവേ നടത്തി. ആ സർവേയില് അതിന്റെ ഡ്രാഫ്റ്റ് റിപ്പോർട്ട് വന്ന സമയത്ത് 2,60,000 കുടുംബങ്ങളെയാണ് അതിദരിദ്ര പട്ടികയിൽ ഉള്ളതായിട്ട് കണ്ടെത്തിയത്. അപ്പോഴത്തേക്ക് സർക്കാരിൽ നിന്നും ഓറലായിട്ടൊരു ഡയറക്ഷൻ വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അത് വെട്ടിച്ചുരുക്കാനായിട്ട് പറഞ്ഞു. വെട്ടിച്ചുരുക്കി അതിനെ 64,006 ചുരുക്കുകയുണ്ടായി. വെട്ടിച്ചുരുക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ നടപടികൾ എന്തൊക്കെയായിരുന്നു? അത് ഇന്റേണലി നടന്നൊരു പ്രോസസ്സാണ്. അതിന് പ്രോപ്പർ റെക്കോർഡില്ല. അതൊരു ഹിയർസേ എവിഡൻസ് മാത്രമാണ്. അതിന് 2 കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, കേരള മാതൃക ഒരു തരത്തിൽ നമ്മൾ പറയുമ്പോൾ ഇത്രയും വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം 2,60,000 അതിദരിദ്രരുണ്ട് എന്ന് പറയുന്നത് അതൊരു അപഖ്യാതി ഉണ്ടാക്കും. രണ്ടാമത്, അന്ന് തന്നെ 2025 നവംബർ 1 നമ്മൾ അതിദരിദ്ര മുക്ത കേരളം ഒന്ന് പ്രഖ്യാപിക്കണമെന്ന് ലക്ഷ്യമിട്ടിരിക്കെ 2,60,000 കണക്കെങ്കിൽ ഇത്രയും പേരെ നമ്മൾ അതിൽ നിന്ന് മുക്തരാക്കുക എന്നുള്ളത് വളരെ ശ്രമകരമാണ്. അതുകൊണ്ട് മാനേജ് ചെയ്യാൻ കഴിയുന്ന ലിമിറ്റ് മതി. ഇങ്ങനെ ഈ 2 കാരണങ്ങൾ കൊണ്ട് ആണ് അന്ന് ഇതിനെ വെട്ടിച്ചുരുക്കിയത്. അതിലൂടെ 2 ലക്ഷത്തോളം, ആ സർവേയിൽ തന്നെ വന്ന 2 ലക്ഷത്തോളം അതിദരിദ്ര കുടുംബങ്ങൾ പുറത്താകുകയാണ് ചെയ്തത്. അതിനുവേണ്ടി പരിഗണിച്ചത് പ്രധാനമായിട്ട് 4 ഘടകങ്ങളാണ്. അതിജീവനത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, വരുമാനം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തത്. അതൊന്നുമില്ലാതെ ലക്ഷങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. അതായത് ആദിവാസി കോളനിയിലടക്കം നിരവധി ആളുകൾ ദുരിത ജീവിതം ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിലില്ല, അവർക്ക് ഈ പറയുന്ന മേഖലയിലുണ്ട്, അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ട്. അത് കൂടാതെ നമ്മൾ പൊതുവെ നോക്കുമ്പോൾ ആശ്രയ പദ്ധതി പ്രകാരം കുടുംബശ്രീ സർവേ നടത്തിയിട്ട് അതിൽ 11 ക്ലേശ ഘടകങ്ങൾ വെച്ച് കണ്ടെത്തിയിട്ടുള്ള നിരവധി കുടുംബങ്ങളുണ്ട്. അവരൊക്കെ ഇതിന് പുറത്താണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു വസ്തുത. ഈ 64,000 തന്നെ കാര്യം എന്താണ്? രഹസ്യമായിട്ട് ഒരു ഓപ്പറേഷൻ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട്. ഇതിനു വേണ്ടി ഒരു ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് മാത്രമേ അത് പ്രാപ്യമാകുന്നുള്ളൂ. പൊതുജനത്തിന് അത് പ്രാപ്യത ഇല്ല. പക്ഷേ വളരെ രഹസ്യമായിട്ടൊരു ഓപ്പറേഷൻ അൺറിട്ടൺ ആയിട്ട് നടന്നത് ഇതിലെ 4 ഘടകങ്ങളില് കുടുംബശ്രീയുടെ ഒരു സംവിധാനത്തിലൂടെ ഭക്ഷണം പോലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ആരോഗ്യത്തിന് വേണ്ടിയുള്ള പരിചരണം നടക്കും. പക്ഷെ പാർപ്പിടവും വരുമാനവും 100% കൈവരിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട ഫണ്ടിന്റെ ആശങ്ക പ്രതിപക്ഷം അറിയിക്കുന്നുണ്ട്. അത് പാർപ്പിടമില്ലാത്ത വീടുകളുടെ എണ്ണം കൂടി നിന്നപ്പോ അത് മൊത്തം പാർക്ക് ചെയ്യാനായിട്ട് ഓറൽ ഇൻസ്ട്രക്ഷൻ കൊടുത്തു. റിവ്യൂ മീറ്റിംഗ് 1 മാസം മുമ്പ് വിളിച്ചിട്ട് പാർപ്പിടം കിട്ടാത്തവരുടെ കണക്ക് കൂടി നിൽക്കുന്നത് കണ്ടപ്പോ 100% അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, നവംബർ 1 ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താൻ പറ്റില്ല എന്ന് തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഓറലായിട്ടൊരു നിർദ്ദേശം ഉദ്യോഗസ്ഥർക്ക് കൊടുത്തു. ആ നിർദ്ദേശപ്രകാരം വീട് കിട്ടാത്തവരെല്ലാം പാർക്ക് ചെയ്യാനായിട്ട് നിർദ്ദേശം കൊടുത്തു ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ സെക്രട്ടറിമാർ. അങ്ങനെ അത് പാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട് കിട്ടിയവര് 100% ആക്കി മാറ്റി. അങ്ങനെ കൃത്രിമമായിട്ട് ഇതിനെ 100% ആക്കിയിട്ടാണ്